ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി പേഷ്യൻസിനെ കല്യാണം കഴിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള യദുദാസൻ ഇതല്ല. അവൻ വീൽ ചെയറിൽ ഞാൻ കണ്ടിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് അവന്റെ കൂട്ടത്തിലാണ്, ബൈക്കിൽ പോയിട്ടുള്ളത് അവന്റെ കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒട്ടും ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് വരെ പറയും അമ്മനെ വെച്ചിട്ട് കാശുണ്ടാക്കുവാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ പറയാണ്, എനിക്ക് ഇവനില്ലാതെ പറ്റത്തില്ല. എനിക്ക് പോലും എനിക്ക് പോലും പറ്റത്തില്ല. ഇത് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, നടക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞു, അന്ന് ശരിക്കും കരഞ്ഞു. പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നുവെച്ചാൽ അപ്പൊ എനിക്ക് മനസ്സിലായി ലൈഫ് കഴിഞ്ഞു. ഇനി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ലൈഫ് എനിക്കിനി കിട്ടത്തില്ല, ഇത് കൺഫേം. അതിപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. ഫ്രണ്ടിന് എന്നെ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. പക്ഷെ നമ്മളായിരുന്നു കൂടുതൽ സംസാരിക്കുന്നത് എടുക്കുന്നതും ഒക്കെ. അപ്പൊ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ നമ്മൾ രണ്ടുപേരും റിലേഷനിലായി പോയി. ഏതോ അത് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അയാളായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദ കെന്ന ഷോ ഓണപ്പൂരം 2026. അങ്ങനെ ഓണപ്പൂരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഓണം കൂടാൻ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കപ്പിളിന്റെ അടുത്താണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, എല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന, നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച ഒരു കപ്പിളിനെ തന്നെയാണ് ഓണത്തിന് അല്ലെങ്കിൽ ഓണ ദിവസങ്ങളിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് വേറെ ആരുമല്ല, നമ്മുടെ എവരും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യോതിക ആൻഡ് യേതു. നമസ്കാരം. ഇത് സ്കൂൾ ടീച്ചറും മറ്റേ ഗുഡ് മോർണിംഗ് പറയുമ്പോഴുള്ള പിള്ളേരുടെ പേടിച്ചു പോയല്ലേ? അതെ, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നു വന്ന ആളല്ല, കുറച്ച് മുന്നേ കണ്ടെന്നല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ടൊക്കെ പോകുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓണ ദിവസമാണ്. ഈ പ്രാവശ്യത്തെ ഓണം ഭയങ്കര സ്പെഷ്യൽ ആണോ? ഇപ്രാവശ്യത്തെ ഓണം സ്പെഷ്യലാണ്. സ്പെഷ്യലാന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ ഡെക്കറേഷനുകളൊക്കെ കഴിഞ്ഞു വരാൻ തുടങ്ങി. കുഴപ്പമില്ല, അവിടെ കടന്നോട്ടെ. ഓക്കെ, ഈ പ്രാവശ്യത്തെ ഓണം സ്പെഷ്യലാണ്. ഞങ്ങൾക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു ഓണമാണ്. അതെ, എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു ഓണം ഓണാണ്. ഓക്കെ, എല്ലാ കൊല്ലം നിങ്ങൾ ഓണം ഒരുമിച്ചാണോ കൂടി വെക്കുന്നത്? എങ്ങനെയാ? ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷത്തെ ഓണമേ ഉള്ളൂ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ. അത് ഫുൾ ഫാമിലി എല്ലാരുമായിട്ട് ഒരുമിച്ച് കൂടി. എന്റെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. ഈ ഫോട്ടോ ഫ്രെയിംസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ചേട്ടന്റെ കല്യാണത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളും. നിങ്ങളുടെ ഫോട്ടോസിന്റെ ബാക്കിൽ മൊത്തം ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളാട്ടോ. വീഡിയോസിനൊക്കെ മെയിൻ ബാക്ക്ഗ്രൗണ്ട്. അതെ. എന്നാലും മൈൽസ്റ്റോൺ പ്രേക്ഷകർക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ആർക്കും ഇന്റർവ്യൂ തരാതെ ഇങ്ങനെ ഇരുന്നേ? എത്ര പ്രാവശ്യം നമ്മുടെ ചാനലിൽ നിന്ന് വിളിച്ചോണ്ടേ ഇരുന്നു എന്നറിയോ? എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് തന്നെ ഒരു ചമ്മല്. ചിലപ്പോ നമ്മൾ ഈ ചില ഇന്റർവ്യൂ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരായിരിക്കും. ഇപ്പൊ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോ അയ്യോ അവരെന്താ അങ്ങനെ. എന്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്കറിയാവുന്നവരായിരിക്കും, യൂട്യൂബേഴ്സ്, സെലിബ്രിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. താഴോട്ട് പോകുമ്പോ ഇവനൊക്കെ ഏതാ ഒരു സാധനം കാണുമ്പോഴൊക്കെ എനിക്ക് ഒരു മടിയാ. ഇവക്ക് പിന്നെ പൊതുവെ എനിക്ക് അങ്ങനെ എന്താ പറയണ്ടാത്തത്, എന്താ പറയേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ധാരണ എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമാകുമെന്ന് അറിയാം. അപ്പൊ പിന്നെ അത്
അത് പിന്നെ നാട്ടുകാരെയും കൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും പൊതുവെ താല്പര്യം ഇല്ലായിരുന്നു. താല്പര്യമില്ലായിരുന്നു. അതെ, അതുകൊണ്ട് ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച ഓണം അല്ലേ, ഞങ്ങൾക്ക് 2 ഐശ്വര്യമായ 2 മുഖങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞപ്പോ എന്നാ ഓക്കെ എന്നും പറഞ്ഞ് വന്നിരുന്നതാണ്. ഞാൻ ജ്യോതികനെ യദുവിനെ ഫസ്റ്റ് കാണുന്നത് ഓഫ് കോഴ്സ് മഴവിലത്തെ ഒരു റീലിന്റെ ഒരു ഇതിലൂടെയാണ്. അയ്യോ അതെനിക്ക് ഞാൻ തന്നെ എത്ര വട്ടം കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് തന്നെ അറിയാണ്ട് പോലും എന്താ പറയാ ഭയങ്കര സ്നേഹമൊക്കെ എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ. അങ്ങനത്തെ ഒക്കെ മനുഷ്യരുണ്ടോ, ഇങ്ങനെ ഇത്രയും പ്യുവർ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങളുടെ അത്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളാണ് റീച്ച്? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും അല്ലേ? അതെ, നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു രണ്ടുപേരല്ല. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര മാറ്റമായിരുന്നു. അവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെ സ്റ്റാർട്ടിങ്. നിങ്ങൾ വരുന്നതിന് പ്രതീക്ഷിച്ചോ ഇങ്ങനെ ഇത്രയും വലിയൊരു അംഗീകാരം വരുന്നത് പോലും ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വരവ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കാണണം എന്നുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനൊരു പിന്നെ ഇങ്ങനൊക്കെ സംഭവിക്കാൻ നമ്മളത് വിചാരിച്ചിട്ട് അങ്ങനെ ശരിക്കും ഞാൻ കാണണം, അവക്ക് ഞാൻ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫ്രണ്ടില് മാത്രമല്ല അത് അത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ അത് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അത് പെട്ടെന്നായിരുന്നു കേറി അങ്ങനെ മൊത്തത്തിലൊരു അതെ, ഒരു മാജിക്കൽ ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മൾ തന്നെ നെട്ടി, നമുക്ക് തന്നെ ടി വി കാണുന്നവര് തന്നെ ഭയങ്കര പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിരിക്കും. അത്രയും സ്റ്റാർട്ടിങ് അതെ, എല്ലാത്തിന്റെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ടെന്ന് ഒന്നും അറിയാതിരുന്നൊരു സിറ്റുവേഷനിലാണ് അങ്ങനെ ഒരു അത് ശരിക്കും എല്ലാത്തിനും ഒരു തുടക്കമായിരുന്നു. നമുക്ക് കുറെ പുതിയ കുറെ വഴികൾ കാണിച്ചു തരാൻ പറ്റുന്നതായിട്ടുള്ളൊരു തുടക്കമായിരുന്നു. അതെ അതെ അതെ. ജ്യോതിക ഭയങ്കര കോമഡിയൻ ആണോ? കോമഡി ആരും ഇല്ലേലും സ്വന്തം കോമഡി കോമഡി നല്ല ചിലപ്പോ കൊറേ സാധനമൊക്കെ ഇറക്കും. വേറെ ആരും ചിരിച്ചില്ലല്ലോ ഞാൻ തന്നെ എന്റെ കോമഡിക്ക് ചിരിക്കും. ഓക്കെ, മറ്റേ എന്താ മറ്റേ ബട്ടർഫ്ലൈ വീഴുന്ന പോലത്തെ തമാശകളൊക്കെ അടിക്കാറുണ്ടോ? അങ്ങനല്ല, ഈ ചില സാധനമൊക്കെ അടിച്ചിട്ട് അവളുടെ തന്നെ ചെറിയൊരു എക്സ്പ്രഷനും ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. ആ സാധനമൊക്കെ കൂടെ വരുമ്പോ ചിരി വരും. ഓക്കെ, ആരുടെ കഴിവിട്ടേക്കണം? അച്ഛന്റെ ആണോ അമ്മയുടെ ആണോ? ആരാണ് ഇവിടെ കലാകാരൻ? എനിക്ക് പക്ഷെ ദൈവം അറിഞ്ഞ് കുറച്ച് കഴിവുകളൊക്കെ തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാരും നമ്മൾ പരസ്പരം എന്റെ വീട്ടില് കുറച്ച് ഭയങ്കര വൃത്തികെട്ട ഫ്രണ്ട്ലി, അതായത് അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആകുവാന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പം അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് അച്ഛനെ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് ഓരോന്ന് പറയുന്നത് അങ്ങനെയുള്ള കോമഡി അല്ലാതെ നമ്മൾ കാഷ്വൽ ടോക്സ് ഇതെങ്ങനെ ഫണ്ണിയാണോ? അവന് ഫസ്റ്റ് ഒന്നും ഇത്രയും സംസാരിക്കത്തില്ലായിരുന്നു. റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്തൊന്നും ഒത്തിരി സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ മിണ്ടിയില്ലല്ലോ, അവൻ എല്ലാവരോടും മിണ്ടി. എനിക്ക് അറിയത്തില്ല ഭയങ്കര സംസാരം. കാരണം എന്താന്ന് പറഞ്ഞാ ആ ടൈമിൽ നമുക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളെ ചിലപ്പോ അറിയാവുന്ന ആരെങ്കിലും വന്നിട്ട് ഹലോ എന്ന് പറയുമ്പോ അവളങ്ങ് ഡൗൺ ആവും. ഭയങ്കര ഇൻട്രോവേർട്ടാ. ആദ്യമായിട്ടാണല്ലോ മൈൽ സ്റ്റോൺ പ്രേക്ഷകരുടെ മുന്നിൽ, എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ തന്നെ നിങ്ങളുടെ ചാനലിൽ അല്ലാതെ വേറൊരു ചാനലിന് വേണ്ടി ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രണയം തൊട്ട് എനിക്ക് കേൾക്കണം എന്നുണ്ട്. എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് ആദ്യമായിട്ട് യദുവിനെ കണ്ടുമുട്ടിയത്? പറയൂ. യദുവാണ് ആദ്യമായിട്ട് ജ്യോതികനെ കണ്ടുമുട്ടിയത്? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. പിന്നെ പ്രണയം തുടങ്ങിയത് പറ തന്നെ. ഫ്രണ്ടിന് എന്നെ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. പക്ഷെ നമ്മളായിരുന്നു കൂടുതൽ സംസാരിക്കുന്നത് എടുക്കുന്നതും ഒക്കെ. അപ്പൊ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ നമ്മൾ രണ്ടുപേരും റിലേഷനിലായി പോയി. ഏതോ അത് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അയാളായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ചിലപ്പോ അതായിരിക്കും നല്ലതെന്ന് തോന്നിക്കാണും. വളരെ സിമ്പിൾ ആയിട്ട് ഇവരുടെ പ്രണയ കഥ നിങ്ങൾ ഒതുക്കി കളഞ്ഞു. നമ്മുടെ പ്രണയത്തിന്റെ ഇടയ്ക്ക് പ്രപ്പോസലോ
അങ്ങനെയുള്ള ഒരു ഉണ്ടായിട്ടില്ല. ഫ്ലോയിൽ അങ്ങ് പ്രണയത്തിലായി പോയി, സംസാരിച്ച് ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി നിങ്ങളുടെ ഈ ഒരു സക്സസ്ഫുൾ സത്യം പറഞ്ഞാൽ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. കൃത്യമായിട്ടുള്ളൊരു അതെ 10+ എല്ലാവർക്കും ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കുന്നത്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡേറ്റ് ഓർമ്മയില്ല. ഞങ്ങൾ തന്നെ ഒരു ഡേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് അങ്ങനെ ആഘോഷിക്കാം. അതെ, ആ ഡേറ്റ് എന്നാണ് നിങ്ങൾ എന്റെ പ്രണയത്തിലായ? അല്ല ഞാൻ സംഭവം എന്റെ ബർത്ത്ഡേ വരുന്നത് 20-ാം തീയതി, ഇവന്റെ ബർത്ത്ഡേ 26 ജൂലൈ. അപ്പൊ ഇതിന്റെ നടുക്കുള്ള ഒരു ദിവസം നമ്മൾ ആ ദിവസമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നു. ആ ഒരു ടൈമിലാണ് ഞങ്ങള് കുറച്ചുകൂടെ ബോണ്ടായി തുടങ്ങിയത്. ഓക്കെ 10+ ഇയേഴ്സ്. ഇപ്പൊ തന്നെ ഇവര് ചെറിയ പിള്ളേരാണ്. എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തി ചേച്ചിന്ന് വിളിപ്പിക്കാതിരിക്ക. അപ്പൊ 10ാം ക്ലാസ് നിങ്ങൾ എന്താ വളരെ 5ാം ക്ലാസ്സിൽ പ്രണയം തുടങ്ങിയോ അതോ 6ാം ക്ലാസ്സിലോ? പ്രായമൊക്കെ ആയേ, ചേച്ചിക്കും പ്രായം ഉണ്ടല്ലോ. എനിക്ക് പ്രായം ഇല്ല ചേട്ടാ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഞങ്ങള് തന്നെ ഇങ്ങനെ വെച്ചേക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ആ തുടങ്ങിയ കാലഘട്ടത്തില് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പം ഇത്രയും എത്തൂന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയുള്ള സംഭവം. കാര്യം നമ്മുടെ ഫസ്റ്റ് ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിലായി ഓക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്രശ്നങ്ങളാണ് നമുക്ക് ഇത്രയും സ്ട്രോങ് ആക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരോ പ്രശ്നം വരുമ്പോ നമുക്ക് അങ്ങ് വാശിയാവും. സ്ട്രോങ് ആയി ആർക്കും വിട്ടു കൊടുക്കരുതെന്ന് ഇങ്ങനെ സ്ട്രോങ് ആയി. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടുകാര് ഇതും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്നാ പിന്നെ ഇവളെ ഉള്ളു, അല്ലെങ്കിൽ അവനെ തന്നെ അവന്റെ ആണെങ്കിലും ഫസ്റ്റ് ഒന്നും വീട്ടുകാരത് ഇപ്പം ഭൂരിഭാഗം വീട്ടുകാർ. അപ്പൊ അങ്ങനെ കുറച്ചേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട്, എല്ലാരും പറയായിരുന്നു പോത്തില്ല, മുന്നോട്ട് പോത്തില്ല. പക്ഷെ അപ്പൊ നമുക്കത് വാശിയായി, ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാരും അങ്ങനെ പറഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവിടെ എത്തി. ഓക്കെ, ഫസ്റ്റ് വീട്ടിലെ എങ്ങനെ പിടിക്കുന്നത് എങ്ങനെയാ? അത് മൊത്തത്തിൽ എപ്പോഴും പിടിക്കും. അതാ അങ്ങനെയുള്ള ഫസ്റ്റ് വീക്ക് തന്നെ പിടിച്ചു. അച്ചാച്ചന് പൊതുവെ എനിക്ക് കള്ളത്തരം പറയാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ അറിയത്തില്ല. മെസ്സേജ് ഒക്കെ അയക്കുന്ന സമയത്ത് ഇവൻ അയക്കേണ്ടത് മാറി അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഉമ്മയൊക്കെ അയച്ചിട്ടുണ്ട്. അച്ഛനും അമ്മേന്റെ ഭയങ്കര സ്നേഹം. ഓൾറെഡി ഇപ്പൊ ആദ്യ ടൈമിലൊക്കെ ഭയങ്കര ക്രിഞ്ചായിരിക്കുമല്ലോ പ്രണയം. അപ്പൊ വാവേന്ന് ഏട്ടാന്നൊക്കെ ആയിരിക്കും. എനിക്ക് മാസത്തിൽ 4 പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഓരോരോ പേര് ഓരോടൊക്കെ ഇടുമല്ലോ. അപ്പൊ ആ പേര് വെച്ചിട്ട് ഇവനിങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും അച്ചാച്ചനായിരിക്കും മിക്കവാറും ഫോൺ എടുക്കുന്നത്. എന്റെ പാസ്വേഡോ കാര്യങ്ങളോ ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല ഫസ്റ്റ് ഞങ്ങൾ പുറത്തു പോകുന്നത് തിരുവല്ലയിലോട്ടാ പോകുന്നത്. ഇവിടെ നിന്ന് ഇച്ചിരി ദൂരം. അപ്പം തിരുവല്ലയിലോട്ട്, അതും അതിന്റെ അമ്മയെ കാണാനാ പോകുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ചേട്ടൻ ആ സമയത്ത് കോളേജിൽ പഠിക്കുക. അപ്പൊ ഞാൻ ബസ്സിനകത്ത് കണ്ടപ്പം എന്റെ അപ്പുറത്ത് ഇവൻ ഇരിപ്പുണ്ട്. ഞാൻ കൈപൊക്കി ഹായ് കാണിച്ചു. അത് കാണിച്ചതിന് ശേഷമാണ് ഇവൻ എന്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട്, ഞാൻ എന്തിനാ തിരുവല്ലയിലോട്ട് പോകുന്നതെന്നൊക്കെ. അത്ര ഇന്നസെന്റ് ഞാൻ ആളെ കാണാൻ പോണേന്ന് പോലും മറന്നു. തിരിച്ചു പിന്നെ പൂര അടിയായി ഇടിയായി. അങ്ങനെ വീട്ടിൽ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ദൈവം സഹായിച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിലേ ഉള്ളു പിന്നെ ഒത്തിരി കണ്ടുപിടിക്കാഞ്ഞത്. ഞാൻ തന്നെ എല്ലാം പറഞ്ഞു. അമ്മയോട് അല്ലാതെ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അമ്മയോട് നേരത്തെ പറഞ്ഞു. അച്ഛനോടെ ഉള്ളു പറയാഞ്ഞത്. പിന്നെ അച്ഛൻ ആരാണ് എന്താണെന്നൊക്കെ ആക്സിഡന്റ് പറ്റി ഇവൻ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിലാണ് ഫസ്റ്റ് ആയിട്ട് എന്നെ കാണുന്നത്. ഇങ്ങനെ ഒരാളുണ്ടെന്നേ അറിയത്തുള്ളായിരുന്നു. ആ ആൾ ഇവളുടെ കൂട്ടുകാരിയാണെന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. ഞാനാണെന്നുള്ളത് എന്നെ കണ്ടിട്ടില്ലെന്നാണ് ഒരു നിഗമനം. കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ റിയാക്ഷൻ കാരണം ചേട്ടന്മാരുള്ള പെങ്ങന്മാർക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ. അയ്യോ എനിക്കറിയത്തില്ല. പണ്ട് ഇവര് ഞാനിങ്ങനെ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇവരെങ്ങനെ ഭാവിയിൽ ഇങ്ങനെ എന്താ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചേട്ടൻ. ഇപ്പൊ ഞാൻ എന്റെ നാത്തൂൻ ചേച്ചി കളിയാക്കും, ഞങ്ങളല്ല ഭാര്യമാര്, ഇവർ രണ്ടും 24 മണിക്കൂർ എൻഗേജ്മെന്റ് റിംഗ് ഇടാൻ നേരം എന്റെ ചേട്ടന്റെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെ ഇട്ടത്. ഇപ്പളെ സോപ്പാക്കി വെക്കണല്ലോ. സ്നേഹം അതൊരു കണക്കിന് എനിക്ക് ഭയങ്കര കംഫർട്ടായി. ഇപ്പൊ ഞാനില്ലെങ്കിൽ പോലും അവന്റെ അടുത്ത് അവൻ ഭയങ്കര കംഫർട്ടായിട്ടിരിക്കും. അതിപ്പം ചേട്ടനെ കല്യാണം കഴിച്ചിട്ടുള്ള ചേച്ചിയുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശത്രുക്കളിൽ നിന്ന് എങ്ങനെയാ നിങ്ങൾ ഇത്ര ചക്കരയും അടയായി മാറിയ? എന്താണ് ചേട്ടന് കൈവശമായിട്ട്?
അവൻ എന്നെ എങ്ങാണ്ട് ഒരു തവണ ദേഷ്യം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ പറഞ്ഞിട്ടുള്ളൂ. അത് മീഡിയയുടെ മുന്നിൽ പുറത്ത് പറയാൻ ആ, എല്ലാരും വീട്ടിൽ പഠിച്ച് ചെയ്യേണ്ട സ്വാഭാവികം. ഒരു തവണ എന്റെ അടുക്ക് എന്തോ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്റെ അടുക്ക് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനൊന്നും ഇല്ല. ഞങ്ങള് ഫ്രണ്ട്സ് സംസാരിക്കും ആ ഒരു ടൈമിലൊക്കെ, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ടോക്ക് അതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇന്ന പോലെ ഞാൻ പറഞ്ഞ പ്രശ്നം, അതെ, കുറച്ചേറെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ. ഇപ്പോഴും അവനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരോട് പറയാറുള്ളൂ. അതെ, ഇവൻ സൈഡ് നിന്നിട്ട് കൂട്ടുകാരനെ കൊണ്ട് വിളിച്ച് ചീത്ത വിളിക്കും. ഞാൻ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എനിക്കറിയാം അവൻ ഭാവിയിൽ എന്റെ അളിയനാണ്, ഞാൻ അവനെ ഒന്നും പറയത്തില്ല. അവൻ എന്നെ എത്ര വിളിച്ചപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു. ഓക്കെ അളിയാ, ഇത് മാറ്റി ചക്കരെ പൊന്നേന്ന് ഇപ്പൊ നോക്കുമ്പോ അവരാണോ അതെന്ന് പോലെ സംശയിക്കുന്ന തരത്തിലായിരുന്നു. ഓക്കെ, ഇത് ഇപ്പൊ എന്തായാലും ഹാപ്പി മൂഡാണ്. പക്ഷെ നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ഇന്റർവ്യൂ, എന്തായാലും പ്രേക്ഷകരും കൂടെ അറിയാൻ വേണ്ടി എങ്ങനെയായിരുന്നു ഈ ആക്സിഡന്റ് എങ്ങനെയായിരുന്നു പറ്റിയത്? ആക്സിഡന്റ് എങ്ങനെയായിരുന്നു ചോദിച്ചാ, എന്റെ അമ്മ മോറെന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു, ഈ ആമസോണിന്റെ. അപ്പോ ഞാൻ അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ പോവായിരുന്നു. ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് ആക്സിഡന്റ് ആയത്. എങ്ങനെയാണ് അങ്ങ് സംഭവം ഒന്നും എനിക്കറിയില്ല, ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ശരിക്കും. പിന്നത്തെ ഒന്നും അറിയത്തില്ല. ശരിക്കും എന്റെ ഒരു വണ്ടിയുടെ മാത്രം ഒരു ഇമേജ് മാത്രം ഉണ്ട്. ഏത് ഏജിലായിരുന്നു ആക്സിഡന്റ്? അറിയത്തില്ല, ഏജ് കോളേജാണോ? അല്ല, ആക്സിഡന്റ് പറ്റിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആക്സിഡന്റ് പറ്റിയ ഏജ് ആയിട്ടേ ഉള്ളൂ. അല്ല, ഏജ് പറയാത്തിന് പ്രത്യേകം കാര്യമുണ്ട് നമുക്ക്. അല്ലെങ്കിൽ എല്ലാരും നമ്മളെ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. ചേച്ചിന്നും ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഞാൻ വരെ റെസ്പെക്ട് കൂടിയിട്ട് ചേട്ടാന്നാ വിളിച്ചത്. ചേട്ടാ സുഖാണോന്നാ ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് ഒക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് തന്നെ മനസ്സിലായി അവരത്ര സ്നേഹത്തോടും ആ ഒരു രീതിയിൽ. അപ്പൊ ഇപ്പം ചേച്ചി എന്ന് വിളിച്ചാൽ നമ്മള് രണ്ടുപേരും, എനിക്ക് ഫസ്റ്റ് ഭയങ്കര ഇതായിരുന്നു. ചേച്ചി നോക്കോ, മറ്റേ അമ്മമാരൊക്കെ വന്നിട്ട് ചേച്ചി വിടരുന്നോ നോക്കാം. അപ്പൊ ഞാൻ ഓക്കെ ഇപ്പൊ പിന്നെ അത് ഓക്കെ. അപ്പൊ നമ്മള് തന്നെ ആരും ഏജ് ചോദിച്ചാലും നമ്മള് പറയത്തില്ല. ഞാൻ ഏജ് ഒന്നും കാൽക്കുലേറ്റ്, ഞാൻ ഇങ്ങനെ ആ ഒരു ഇമോഷണലി ട്രാക്ക് പിടിച്ച് വരികയായിരുന്നു. ഇമോഷണൽ ട്രാക്ക് അത് വന്നിട്ട് ആക്സിഡന്റ് ആയി. സാധാരണ ഞാൻ അമ്മ അവിടെ വരെ കൊണ്ടുവിടുന്നതല്ല. അപ്പൊ ഈ ആക്സിഡന്റ് ആയ ആ ഒരു സ്ഥലം വരെ കൊണ്ടുവിടുന്നതല്ല. അതിന് മുന്നേ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, എപ്പോഴും ക്ലോസ് ആയിരിക്കും. ആ ഒരു ടൈമിൽ എപ്പോഴും കൊണ്ടുവിടുന്നു. അപ്പൊ അവിടെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ പോവാറുള്ളത്. അതെന്തോ ഭാഗ്യത്തിന് അത് തുറന്നിട്ടേക്കുവായിരുന്നു. നേരെ പോയി, അങ്ങനെ ആക്സിഡന്റ് ആയി. പിന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ബോധമൊക്കെ വന്നത്. അപ്പൊ ആ സമയത്ത് ഈ സെയിം സിറ്റുവേഷൻ എന്റെ സെക്കൻഡ് കസിൻ ബ്രദർ 12th പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആള് എനിക്ക് തോന്നുന്നു നിർത്തിയിട്ട ലോറിയിലേക്ക് രാത്രി ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആള് സ്കൂട്ടറിലെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നേരെ കോയമ്പത്തൂരായിരുന്നു അവര് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പൊ നേരെ ചെന്ന് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും ഇല്ല, ഒരു പോറലോ ഒന്നുമില്ല. പക്ഷെ ബാക്കില് ഇവിടെയാണ് പ്രശ്നം. അപ്പൊ അത് എടുക്കുമ്പോ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് ആ ആക്സിഡന്റ് പറ്റിയ സമയത്ത് അറിയത്തില്ല. അപ്പൊ അവര് ഷേക്ക് ആയിട്ട് ഇങ്ങനെ പക്ഷെ കുറ്റം പറയാൻ പറ്റത്തില്ലോ. അതെ, അവർക്കും അറിയത്തില്ല എന്താണ് രക്ഷപ്പെടുത്താൻ. എനിക്ക് തോന്നുന്നു 12th പഠിക്കുമ്പോ ഇപ്പൊ ഇതിനെ പോലെ നല്ല സ്മാർട്ടായിട്ട് പുറത്ത് ഇവന് ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്ന ടൈമിലും ഇവിടുന്നൊക്കെ നല്ല ബ്ലഡ് ഒക്കെ ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലാണ്ട് കാലിന്റെ ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ച് പോലത്തെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് അല്ലാണ്ടുള്ള, പക്ഷെ അത് കണ്ടപ്പോഴേ മൂക്കി കൂടെ ട്യൂബ് ഇട്ട് കണ്ടപ്പോഴേ എന്റെ പകുതി ജീവൻ പോയി. എന്നാലും അല്ലാണ്ടുള്ള നമുക്ക് അറിയത്തില്ലല്ലോ ആ സമയത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്താന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴാണ് അതിനെപ്പറ്റി ഭൂരിഭാഗം എന്റെ വീട്ടുകാർക്കെങ്കിലും കുറച്ച്, എന്നാലും കുറെ ഒന്നും അറിയത്തില്ല എന്താണ് സംഭവം. നമ്മുടെ സൊസൈറ്റി കൂടുതൽ പേർക്കും അറിയത്തില്ല എന്താണ് സംഭവം. സത്യം. ഇപ്പം ഇത് ഫസ്റ്റ് ആകുമ്പം വീട്ടില് എല്ലാം സോൾവ് ആയ ടൈമിലായിരുന്നോ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചോ, അതോ കുറച്ച് സീനായിട്ട് ഇരിക്കുന്ന സമയത്ത്? ഏകദേശം ഇച്ചിരി ഒന്ന് സെറ്റായ ഒരു സമയമായിരുന്നു അത്. അല്ലെങ്കിൽ ഒരു കണക്കിന് ഞാനൊക്കെ ചില നേരത്തെ ആലോചിക്കാറുണ്ട്, എന്റെ വീട്ടുകാരൊന്നും ഒരു കണക്കിന് സമ്മതിക്കാത്ത ടൈമിലാണ് ആക്സിഡന്റ് പറ്റിയിരുന്നതെങ്കിൽ എനിക്കൊന്ന് കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു
ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ചിലപ്പോ അപ്പം ഉം, ഉള്ളത്. ഉം. അങ്ങനെ ആ ഒരു ടൈമിൽ കുറച്ചെങ്കിലും സ്നേഹത്തോട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഉം. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നത്. ഞങ്ങള് എനിക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റുന്നതിന് കുറച്ച് ഒരു മാസം മുന്നേ ആണ് വീട്ടുകാരെല്ലാരും ഒന്ന്, അത് എന്റെ വീട്ടിലെ അല്ല പ്രത്യേക ഒരു സംഭവം ഉണ്ട്. കാരണം എന്താ പറഞ്ഞാ അന്ന് അവളുടെ ചേട്ടൻ വരുന്ന ടൈമില് നാട്ടിൽ വരുന്ന ടൈമില് എന്നോട് ഇവളുടെ അച്ഛൻ ചോദിച്ചു, എന്നോട് അവനോട് ചോദിക്കോ വണ്ടർലായി വരുന്ന നമ്മളെല്ലാരും കൂടെ വണ്ടർലയിൽ പോയ ശത്രുക്കളാ. അച്ചാച്ചനും ഇവനും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ അച്ഛനെ കേട്ടോ അച്ചാച്ചാന്ന് അപ്പൊ അച്ഛനെ കാണുമ്പോ ഇവന് ഇങ്ങനെ മറ്റേ റോഡിൽ നിന്ന് കണ്ട ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചേ പോകത്തുള്ള. അഥവാ ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ആയി കോണ്ടാക്ട് വന്നാ രണ്ടുപേരും ചിരിക്കുക. വെച്ചിട്ടുണ്ടടാ ഇങ്ങനെ കണ്ട ഉടനെ ഇങ്ങനെ ചിരിച്ചു കാണിക്കും. ആരും അറിയത്ത പോലും ഇല്ലാത്ത രീതി, പുതിയൊരാളെ കാണുന്ന പോലെ. എന്നാ അറിയാം രണ്ടുപേർക്കും അങ്ങോട്ട്. ഈ വണ്ടർല പോണ പ്ലാൻ നടക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആക്സിഡന്റ്. അല്ലല്ല വണ്ടർലയിലൊക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞില്ല വേണ്ട നോക്കട്ടെ. അപ്പോഴും അവന്റെ മനസ്സിൽ പണ്ടത്തെ ആ അളിയൻ കിടക്കുന്നുണ്ടായിരുന്നു. അവനന്ന് ക്രൂരനായിരുന്നു. അതെ, ക്രൂരനായ ആ ഒരു ചേട്ടൻ. ഓക്കെ ഓക്കെ, ക്രൂരനായിട്ടുള്ള ചേട്ടനൊന്നുമല്ല. ചേട്ടൻ ഇപ്പൊ ഇതുവരെ ദുബായിന്ന് കണ്ട ആ ആങ്കറിനെ പിടിച്ച പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുമ്പോ നല്ലത് മാത്രം എന്റെ സപ്പോർട്ടിങ് പില്ലറാണ് എന്നൊക്കെ പറയണ. പിന്നെ ഏട്ടത്തി, അതെ ഏട്ടത്തെ പറ്റി നല്ലത് മാത്രമേ പറയാൻ ക്ലാസ് ഒക്കെ എടുത്തു. ഏട്ടത്തെയൊക്കെ ഭയങ്കര പാവം. എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടില്ല അമ്മയും അച്ഛനും ഏട്ടത്തെയൊക്കെ ഭയങ്കര പാവല്ലേ. നമുക്കിങ്ങനെ ഭയങ്കര ഇന്നസെന്റ് അവരുടെയൊക്കെ ഫേസില്. ചേട്ടനെ ഞാൻ ഇതിൽ കൂടെ കാണുന്നുണ്ട്, ഫോട്ടോ ഫ്രെയിമിലൂടെ. ഓക്കെ, അപ്പൊ വണ്ടർലേ കൊണ്ടുപോയില്ല, സാരില്ല പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു അവൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു ആക്സിഡന്റ്. അല്ലേ? ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു ആക്സിഡന്റ് പറ്റിയത്. ഓക്കെ, അപ്പൊ എങ്ങനെ ആ ടൈമിൽ ഓക്കെ ആയത്? ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ, ആ ഒരു സമയം വെച്ചിട്ട് നമ്മൾ ശരിക്കും ഇപ്പോഴും ഓക്കെ അല്ല. പിന്നെ ആ ഒരു ടൈമിൽ ഒട്ടും ഓക്കെ അല്ല. എനിക്ക് അവൻ ICUന്ന് ഇറങ്ങുന്ന ഒരു ടൈം എനിക്ക് ശരിക്കും അതൊരു മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം ആ സമയത്ത് മൊത്തം എനിക്ക് നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഗൂഗിളിൽ തന്നെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം. എന്നോടാണെങ്കിൽ ആരും ഒന്നും തുറന്ന് വലുതായിട്ട് പറയത്തില്ല. നമുക്ക് ഒത്തിരി ഒന്ന് കാണാനും ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടുകാർ അത്രയും വലിയ ക്ലോസ് ആയിട്ടില്ല. അപ്പം അങ്ങനെ ചെന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അവനെ കാണാനും പറ്റുന്നില്ല. നമ്മളാണെങ്കിൽ 24 മണിക്കൂറും ഫോണിൽ കൂടെ വിളിക്കുന്ന ആട്ടെ മെസ്സേജ് ചെയ്യുന്ന ആട്ടെ എപ്പോഴും വിളിക്കുന്നതാ. അപ്പൊ അതും പറ്റാതായി കഴിഞ്ഞപ്പോഴത്തേനും മെന്റലി ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ സങ്കടം ഏറ്റവും പറ്റാത്തത് എന്റെ അച്ഛൻ മാത്രമല്ല ആ സമയത്ത് നാട്ടില്. അച്ചാച്ചൻ ഞാൻ കരയുമ്പോ അച്ഛൻ കൂട്ടത്തിലിരുന്ന് കരയും. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതില്ലായിരുന്നു. പിന്നെ ഫോണിനകത്തൊക്കെ നോക്കി ഏകദേശം ഇതാണ് സംഭവം, ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കാം, ചിലപ്പം എല്ലാം മാറാം, ചിലപ്പം മാറത്തില്ല. ഫസ്റ്റ് മാറത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. കാര്യം എന്തായാലും ജീവിക്കണമല്ലോ. ഇറങ്ങിയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ICUന്നൊക്കെ എല്ലാം ആയി. ഫസ്റ്റ് ഏതോസം ചെന്ന് കണ്ടപ്പോ എനിക്ക് തന്നെത്താനെ തല ഇറങ്ങി. പിന്നെ എന്നെ തല ഇറങ്ങി ഇവന്റെ മുന്നിൽ വീണ് കഴിഞ്ഞാൽ അവന് വിഷമാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ അവിടുന്ന് മാറ്റിയിട്ട് ഓക്കെ ആക്കി പിന്നെയും കൊണ്ടുപോയി ചിരിച്ച് അവനെ നല്ല ഹാപ്പി ആക്കി ഒക്കെ കുറെ നാള് അങ്ങനെ പോയി. അതിനിപ്പം അവനും കുറച്ചൊക്കെ ഇതിനെപ്പറ്റി നല്ല മനസ്സിലായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന് നല്ല വിഷമായിരുന്നു. അപ്പൊ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വലിയ ഒരു കടമ്പയായിരുന്നു. അത് വലിയൊരു കടമ. നമുക്ക് എല്ലാവർക്കും പറയാൻ ഈസി. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കസിൻ അത് വന്നോണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ. അപ്പൊ അവൻ +2 കഴിഞ്ഞപ്പോ ആകുമ്പോഴത്തേനും അവര് ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ അതെന്താണ്, നമ്മളെ സ്വപ്നം കണ്ട ജീവിതം അല്ലല്ലോ പിന്നെ ജീവിക്കാൻ പോകുന്നത്. ഇപ്പം ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി പേഷ്യൻസിനെ കല്യാണം കഴിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള യദുകൃഷ്ണ ഇതല്ല. അവൻ വീൽ ചെയറിൽ ഞാൻ കണ്ടിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് അവന്റെ കൂട്ടത്തിലാണ്, ബൈക്കിൽ പോയിട്ടുള്ളത് അവന്റെ കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കത്തില്ലല്ലോ. എന്നെയും കൂടെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഒട്ടും ഞാനിങ്ങനെ കരയത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. എന്നെയും കൂടെ കരയിപ്പിച്ചില്ല. അപ്പൊ എല്ലാരും പറയും സോറി ഫോർ ആസ്കിങ്. കാരണം ഇത് ഇന്റർവ്യൂ ആകുമ്പോ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പാട്ട് ചോദിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടല്ല, എല്ലാരും പറയും ഓക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് വരെ പറയും അമ്മനെ വെച്ചിട്ട് കാശുണ്ടാക്കുവാണ്. എനിക്കിപ്പോഴും ഞാൻ പറയുവാണ്, എനിക്ക് ഇവനില്ലാണ്ട് പറ്റത്തില്ല, എനിക്ക് ഒരു മിനിറ്റ് പോലും പറ്റത്തില്ല. അപ്പൊ ആ ഒരു രീതിയില് നമ്മൾ ഒരിക്കലും ഹാപ്പി അല്ല. നമ്മൾ പിന്നെ കരഞ്ഞോണ്ടിരിക്കുന്ന എപ്പോഴും നാട്ടുകാരെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. സത്യം സത്യം. ആ ഒരു രീതിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ. നമ്മളിപ്പം എത്രന്ന് പറഞ്ഞാലും നമ്മുടെ വിഷമം നമുക്കേ മനസ്സിലാകത്തുള്ളൂ. സത്യം.
മൂന്നാമത്തെ ഒരാള് നോക്കുമ്പം അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇപ്പൊ നമ്മള് രണ്ടുപേരും ഇത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ ഓക്കെ ആണ് അല്ലേ? ഇത് ആ ഒരു ഫസ്റ്റ് ആ ഒരു ടൈമിലായിരുന്നു ഭയങ്കര ഒരു ആ ഒരു 1 ഇയർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 1 ഇയർ ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മള് ഇങ്ങനെ കിടക്കുക, എനിക്ക് അപ്പൊ കിടക്കുന്ന ടൈമിൽ എന്തോന്ന് അറിയത്തില്ല. ഞാനൊരു 1 മന്ത് ആയിട്ട് 1 മന്ത് ആയിട്ട് തന്നെ കിടക്കുക. കാരണം എന്താണ്, എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു ലിവർ ഇഞ്ചുറികളുണ്ട്. ലിവറും ഇഞ്ചുറി ആയിരുന്നു ആക്സിഡന്റ് പറ്റിയ സമയത്ത്. അപ്പൊ എനിക്ക് ആ ഒരു ടൈമിൽ ഒരു 1 മന്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫസ്റ്റ് വന്ന ഉടനെ സർജറിയാ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ലിവർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട്. കണ്ടിന്യൂസ് ഇങ്ങനെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടുന്ന് ട്യൂബ്, അപ്പൊ സർജറിയും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മാസം ആ എങ്ങനെയാണോ കിടന്നത്, എങ്ങനെയാണോ നടുവെല്ലാം കൂടെ കൊളയായിട്ട് കിടക്കുന്നത്, അതുപോലെ തന്നെ കിടന്നു. അത് കഴിഞ്ഞിട്ട് 1 മന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സർജറി ചെയ്തത്. അങ്ങനെ ഒരു വല്ലാത്ത ടൈം തന്നെ. ആ സർജറിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഇങ്ങനെ എൻ്റെ MRI ഒക്കെ ഇങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് ഇങ്ങനെ, ആ സമയം വരെ എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാ, കുഴപ്പമില്ല, മാറും, കുഴപ്പമൊന്നുമില്ല, റെഡിയാവും, സർജറി കഴിഞ്ഞാൽ റെഡിയാവും എന്നൊക്കെ ഉള്ള ഇതാ. എന്നിട്ട് ഞാനിങ്ങനെ ആ ഡോക്ടറിനെ വന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ചിലരോടൊക്കെ ഇങ്ങനെ ഇത് ദേഷ്യപ്പെടുന്നു. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതായിട്ടൊക്കെ നിന്നു. എന്നിട്ട് എൻ്റെ MRI ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട്, ഇത് സർജറി ചെയ്യുന്ന എന്തിനാ, ഈ സർജറി ചെയ്താലും റിക്കവറി ചാൻസ് ഒന്നും ഇല്ല, ഇത് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, നടക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം അങ്ങോട്ട് പറഞ്ഞു. ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പോയി. നന്നായിട്ട് കരഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നീ ഇട്ടിട്ട് പൊക്കോ, ഇങ്ങനൊക്കെയാ സംഭവം. ഞാൻ അപ്പൊ പറഞ്ഞു, ഇനി വേണ്ട, റിലേഷൻ വേണ്ട, നീ പൊക്കോ, എങ്കിലും ശരിയാത്തില്ല, നിന്റെ ജീവിതം പോവും, അതായത് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞു, അന്ന് ശരിക്കും കരഞ്ഞു. പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നുവെച്ചാ അപ്പൊ എനിക്ക് മനസ്സിലായി ലൈഫ് കഴിഞ്ഞു, ഇനി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ലൈഫ് എനിക്കിനി കിട്ടത്തില്ല, അത് കൺഫേം, അതിപ്പോഴും ഇല്ല. അപ്പൊ ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ച്, നമ്മളെല്ലാവർക്കും ഒരു പ്ലാനിങ് ഉണ്ടല്ലോ ലൈഫ്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. വയസ്സിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ ഇതുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പ്രായമില്ലല്ലോ. അപ്പൊ നമുക്ക് പണ്ടൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഇത്, നമുക്കൊരു ജോബ് കിട്ടിയതിന് ശേഷം വീട്ടുകാർക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പോഴും നമ്മുടെ ആഗ്രഹം, നമ്മൾ ഒരിക്കലും ഒളിച്ചോടി പോകത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെയ്യത്തില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അപ്പൊ ലൈഫ് എത്രയും പെട്ടെന്ന് സെറ്റിൽഡ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് കല്യാണം കഴിക്കണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞ്, അപ്പൊ എന്റെ പ്രതീക്ഷകളെല്ലാം പോയി. ഇനിയിപ്പോ സർജറിക്ക് പോവാ, സർജറി ചെയ്തു, മൊത്തത്തിൽ അതിൽ പിന്നെ അങ്ങ് ഡൗൺ ആയി. പിന്നെ ആ ഒരു 1 ഇയർ എനിക്ക് ഭയങ്കര ഇതൊക്കെയായിരുന്നു. പിന്നെല്ലാം നമ്മള് എല്ലാം മനസ്സിലായി, കാര്യമില്ല, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതിനെ സമയം കാണത്തില്ല. അത് മാത്രല്ല, നമ്മള് ഇപ്പോഴും വിഷമമുണ്ട്. വിഷമം ഇല്ലെന്നല്ല, നമ്മളെപ്പോഴും നമുക്ക് വിഷമം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മള് മാത്രമല്ല, കുറെ പേരുണ്ട്. ഒരു കണക്കിന് നമുക്ക് ഇത്രയും പ്രായമായിട്ടാന്ന് പറയാം, കുഞ്ഞുങ്ങളുണ്ട്. സത്യം. അപ്പം അവരെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് നമ്മള് ദിവസം കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മള് വിഷമിച്ച് നമ്മളെ ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് ജീവിക്കാനൊന്നും ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കാര്യം അതിനെക്കാട്ടും അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഒരു കണക്കിന് നോക്കുമ്പോ കയ്യും തലയും അനങ്ങുമല്ലോ, അത് തന്നെ വലിയ കാര്യമായിട്ട് കാണാം. കയ്യും തലയെങ്കിലും അനങ്ങും, ഒന്നുമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് ആ 1 ഇയർ യദു പറഞ്ഞല്ലോ, പൊക്കോ, ഇട്ടിട്ട് പൊക്കോ. കാരണം യദും ആ 1 ഇയർ ഓക്കെ ആയിരിക്കില്ല. എന്നുവെച്ചാൽ നിങ്ങൾ പണ്ട് സമയത്ത് സംസാരിച്ച ടോക്കോ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ആയിരിക്കില്ല ആഫ്റ്റർ ആക്സിഡന്റ്. ആ ഒരു 1 ഇയർ എന്ന് വെച്ചാൽ യദുവിന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ 1 ഇയർ ജ്യോതികനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു വർഷമായിരുന്നു അത്. കാര്യം അവനെ സമാധാനിപ്പിക്കാൻ കുറെ പേരുണ്ട്. കാര്യം അവൻ വയ്യാതിരിക്കുകയാണ്, അങ്ങനാണ്. പക്ഷെ അവനെ സമാധാനിപ്പിക്കണമെങ്കിൽ ഞാൻ വേണം, എന്നെ സമാധാനിപ്പിക്കാൻ ആരുമില്ല. കാര്യം എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകത്തില്ല ആ ഒരു ടൈമില്. ഞാൻ ഏതൊരു സ്റ്റേജിൽ കൂടാണ് ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ആ യദുകൃഷ്ണൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരാട്ടോ, അപ്പൊ ആ ഒരു കൃഷ്ണ വിളിക്കാറുണ്ട് അവള് ഇടക്കിടക്കേ ഉള്ളു. അപ്പൊ ആ ഒരു അവള് കുഞ്ഞ അങ്ങനല്ല, നമ്മൾ രണ്ടുപേരും ജ്യോതികാജയെന്ന് തന്നെ വിളിക്കും, ഞാൻ അപ്പൊ ആ ഒരു രീതിയിൽ ഒരു വർഷം നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും
രണ്ടുപേരും സംസാരിക്കാതിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു വർഷം നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് കടന്നു പോയിട്ടുള്ള ഒരു വർഷമല്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളെല്ലാം പെട്ടെന്ന് ശരിയാകും, ചാടി നടക്കുന്നു പറഞ്ഞൊരു ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ട് അത് നമ്മളെ പറ്റിച്ച് നമ്മുടെ കുറെ പൈസയൊക്കെ വാങ്ങി. അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻ, അങ്ങനത്തെ വൃത്തികെട്ട കുറെ സിറ്റുവേഷൻ ആ ഒരു വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും നടന്നാൽ മതി അത് ഭയങ്കര ഒരു പറ്റീരായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പറ്റീരായിരുന്നു എന്നെ. 3 മാസം കുറെ പേരുണ്ടതുകൊണ്ട് ഇവർക്ക് നമ്മളെപ്പോഴും മനസ്സിലാഗ്രഹിക്കുന്ന നടക്കാൻ പറ്റണം. അതെ 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 അതെ, നമ്മള് കടവും വല എന്ത് വിറ്റിട്ടാണെങ്കിലും എന്റെ മോൻ നടന്നാ മതി. അതേ അവസ്ഥയായിരുന്നു. ഈ 3 മാസം എന്ന് കേട്ടപ്പോ എന്റെ അച്ഛനും ആ 3 മാസം കൊണ്ട് എന്റെ മോൻ നടക്കുമല്ലോ എന്നുള്ള ഇത് കണ്ട് ഇവര് കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ചുമ്മാ കിടത്തുന്നു. രാവിലെ ആകുമ്പോ ഒരു പൊടി വായിക്കാത്തോട്ട് ഇട്ട് തരുന്നു, കിടക്കുന്നു. ഡെയിലി ഇത് തന്നെ. അങ്ങനെ ഒരു 2 മാസം അവരങ്ങനെ പറ്റിച്ച്. ഒരു 2 അല്ല, നമുക്ക് പൈസയുടെ ആ ഒരു ടൈം നമുക്ക് ഏറ്റവും വേണ്ട സമയം. കാര്യം ആ ഒരു ടൈമിൽ എന്തൊക്കെ നന്നായിട്ട് ചെയ്യുന്നു അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സമയത്തെ നമ്മുടെ ഈ ഇംപ്രൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ ഒരു ടൈമില് അത്രയും സമയം നമ്മുടെ പോയി, വെറുതെ വേസ്റ്റ് ആയി പോയി. അത് നമുക്ക് ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു ഇതായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലി അത് ഭയങ്കര വിഷമമുള്ള സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോ അങ്ങനെ ആ ഒരു വർഷം പോകുമായിരുന്നു. അതും നമ്മള് അറിയാത്ത ആള് അങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരാള്, പുള്ളിയുടെ തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി നമ്മളെ പറ്റിച്ച്. അറിയാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് പോയി പിന്നെ ഒന്ന് ആശ്വസിക്കായിരുന്നു. ഓക്കെ, മണ്ടത്തരെന്ന് പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവർക്കും നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ കുറെ പേരുണ്ട് നമ്മളിങ്ങനെ നമുക്കൊന്നും അറിയാത്തവരെ പറ്റിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പേരുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ മനസ്സിലാകും. അതെ അതെ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര ലക്ഷങ്ങൾ മുടക്കാൻ ഒന്ന് നടന്ന് കണ്ടാൽ മതി എന്ന് ഓർത്ത് ലക്ഷങ്ങൾ മുടക്കി, അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാ അസറ്റ് വിറ്റ് ഒരുപാട് പേരെ എനിക്ക് അറിയാം. കാരണം എങ്ങനെയെങ്കിലും നടന്നാൽ മതി. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്ന നമ്മൾ എന്താ പ്രതീക്ഷിക്കണം, നടക്കും, ഇത്രയും ലക്ഷം അടച്ചാലും നടക്കും, അല്ലെങ്കിൽ ഇത് വിറ്റാലും കുഴപ്പമില്ല, മോൻ നടന്നാ മതി എന്നാണല്ലോ എല്ലാരും വിചാരിക്കുന്നത്. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ ജ്യോതികയ്ക്കും യദുവിനും അറിയാം നിങ്ങളുടെ ലവ് എങ്ങനെയാണ്, നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയാണ്. പക്ഷെ അതെങ്ങനെ പേരൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്തത്? കാരണം പേരൻസിനെ കുറ്റം വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ കസിൻസ് എല്ലാരും ഇന്റർഫിയർ ചെയ്യും. ഫ്യൂച്ചർ ആണല്ലോ അവര് നോക്കുന്നത്. എന്റെ മോള് നല്ലതാവണം, എന്റെ മോള് സുരക്ഷിതയാവണം എന്ന് ചിന്തിക്കുന്നതാണല്ലോ എല്ലാ പേരൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്തത്? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ട് ഫസ്റ്റ് തൊട്ടേ ആ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാന്ന് അറിഞ്ഞ സമയം തൊട്ടേ എന്റെ അച്ഛൻ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ആയിട്ട് ഇതുവരെ വഴക്കായി അല്ലെങ്കിൽ അത്രയും പ്രശ്നമായിട്ട് മാറുന്നിട്ടുള്ള ഒരാളാണ് എന്റെ അച്ഛൻ. പക്ഷെ ആക്സിഡന്റ് പറ്റിയ സമയത്ത് എന്നെ കൊണ്ടുപോകുന്ന എന്റെ അച്ഛൻ തന്നെ. അപ്പൊ ഞാൻ കേറി കണ്ടിട്ട് എന്നോട് ഫസ്റ്റ് അവൻ, ഇപ്പൊ ഓർമ്മയില്ല, ആ സമയത്ത് എന്നെ കണ്ടപ്പോഴേ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് നീ ആരാ കൊണ്ടുവന്നത്? ഇച്ചിരി ടോക്സിക്കേറ്റ് ആയി കേട്ടോ. അപ്പൊ ആരാ കൊണ്ടുവന്നത് ആ ഒരു രീതിയിലാണ് ചോദിച്ചത്. ആ സമയത്ത് എന്റെ കൊച്ചു സേഫ് ആയിട്ടാണ് വന്നതെന്ന് അറിയാം. ആ ഒരു രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു, നീ കരയാതെ, നിന്നെ ആരാ കൊണ്ടുവന്ന ആ ഒരു രീതിയിലാണ് ചോദിക്കാം. അപ്പൊ അച്ചാച്ചന, അപ്പൊ പിന്നെ അച്ചാച്ചൻ ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചനും കയറി കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അമ്മയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫോൺ വിളിച്ച് അമ്മയെ സമയത്ത് പുറത്തായിരുന്നു. ചേട്ടനാണെങ്കിലും അതേപോലെ തന്നെ ആയിരുന്നു. കുറച്ച് 2 വീക്ക് വരെ നമുക്ക് കാണാനോ അങ്ങനെ സംസാരിക്കാനോ. പക്ഷെ എന്റെ കൂട്ടത്തിൽ എപ്പോഴും അതിന്റെ അച്ഛനോടാണെങ്കിലും എന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊരാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ സമയത്ത് അവിടെ രാത്രി എന്നില്ല, രാവിലെ എന്നില്ല, പകലെന്നില്ല, നമ്മള് എപ്പോഴും പൊക്കോണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതിലാ പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ആരാണ്ടൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഇതേപോലെ നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ? അപ്പൊ അച്ഛൻ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താ മോന്റെ പ്ലാൻ എന്താ? നല്ല രീതിയിലാണ് ചോദിച്ചത്. കുഞ്ഞിന് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ അമ്മ വെച്ചാൽ എനിക്ക് അറിയാതിരിക്കാൻ പറ്റുന്ന പ്രായമൊന്നും അല്ലല്ലോ. അപ്പൊ എനിക്കെല്ലാം അറിയാം. പല പ്രശ്നങ്ങളും ഉണ്ടാകും, ചിലതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് എന്നാലും അവനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എന്നോട് ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടും ഇല്ല. അത് ഒരു കണക്കിന് അവരങ്ങനെ എന്റെ കൂട്ടത്തിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എന്നെക്കാട്ടിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവനാ. എനിക്ക് ആരെയും കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയത്ത് അവൾ ഓൾറെഡി അവിടെ വന്നും പോയി.
എനിക്ക് അങ്ങനെ കൺവീൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നിട്ട് ആ സമയത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ ആക്സിഡന്റ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിൽ കിടക്കുക. അതെ എന്റെ കൂടെ തന്നെ ആക്സിഡന്റ് ആയിട്ട് അമ്മയും ഹോസ്പിറ്റലില്, ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ. അപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അച്ഛന്റെ അനിയത്തിമാര്, ചേച്ചി, അവരൊക്കെയാണ് അടുത്ത്. പിന്നെ അല്ലാണ്ട് കുറച്ച് കൂട്ടുകാർ, അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാര്. അപ്പൊ അവള് വരും, ഇടയ്ക്ക് കാണും പോവും, വരും കാണും പോവും. അപ്പൊ അങ്ങനെ എനിക്കങ്ങനെ കൺവീൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല.